ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം മെയ് മാസം 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി നാരായൺ കല്ലമ്പള്ളി ഇല്ലത്തിൻ്റെ അവരുടെ സഹകാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണ്. ഒന്നാം ഉത്സവ ദിവസമായ മെയ് 7-ാം തീയതി വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം തിരുവരങ്ങ് ഉദ്ഘാടനം ഉണ്ടായിരിക്കുന്നതാണ്. തിരുവരങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് വി നായർ നിർവഹിക്കുന്നതാണ്. തദവസരത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസ്മോൻ മുണ്ടക്കൽ, അതുപോലെ മുൻ വയനാട് ജില്ലാ കളക്ടർ പി ഗോപി IAS, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോർജ്, കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജു, വാർഡ് മെമ്പർ രമ്യ രാജേഷ് തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നതാണ്. അതുപോലെ എല്ലാ ദിവസവും തിരുവുത്സവ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മഹാപ്രസാദകൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ബാക്കി ദിവസങ്ങളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, ഭജൻസ്, കരോക്കെ ഗാനമേള തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഉത്സവ ദിവസത്തിൻ്റെ അവസാന ദിവസമായ മെയ് 11-ാം തീയതി രാവിലെ തന്ത്രമുഖ്യൻ ബ്രഹ്മശ്രീ കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമ്മികത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, തുടർന്ന് ശ്രീബലി എഴുന്നള്ളത്ത്, ഗജരാജൻ കല്ലൂർ താഴെ ശിവസുന്ദർ ദേവിയുടെ പൊൻതിരം പേറ്റുന്നു. അതുപോലെ 50-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാമണ്ഡലം പുരുഷോത്തമൻ്റെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചാരി മേളം, തുടർന്ന് മഹാപ്രസാദകൂട്ട്. അതുപോലെ വൈകുന്നേരം 5 മണിക്ക് നട തുറന്നതിന് ശേഷം മനക്കുന്ന് കാണിക്ക മണ്ഡപത്തിലേക്ക് ഊരുവലത്ത് എഴുന്നള്ളത്ത്, തുടർന്ന് താലപ്പൊലി ഘോഷയാത്ര. വൈകുന്നേരം 8 മണിക്ക് നിലവ് പന്തളം അവതരിപ്പിക്കുന്ന നാടൻപാട്ടും നാട്ടുകൂട്ടങ്ങളും തുടങ്ങിയ കലാപരിപാടികളാണ് നമ്മുടെ ക്ഷേത്രസന്നിധിയിൽ ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു കുളം ഉണ്ടായിരുന്ന കുളത്തിൽ പോയി ചാടി കുളിച്ചേച്ച് ഒരു തോർത്ത് കൊടുത്തൊരു വിളക്ക് കത്തിച്ച് കൊണ്ട് അവിടെ വെച്ചു. അതാണ് ഇതിൻ്റെ ഒരു തപസ്സത്തിൻ്റെ ആരംഭം. പണ്ട് ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞായിട്ട് അതിൻ്റെ ഐതിഹ്യമായിട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കിളച്ചപ്പോൾ ഒരു വാർപ്പ് കിട്ടി. ആ വാർപ്പിലാണ് ഇപ്പോഴും നമ്മുടെ നേർച്ചകളും കാര്യങ്ങളും കാണിക്കയിലും പരിപാടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ വാർപ്പ് ഒരു വീട്ടിലിരിക്കുകയായിരുന്നു. ആ തൊട്ട് വീട് തന്നെയാണ് അവർ കുറേ സ്ഥലങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇതിന് ക്ഷേത്രത്തിന് വേണ്ടി. ഇപ്പോൾ ഏതായാലും ഈ ക്ഷേത്രം ഉണ്ടാകാൻ കാരണം ഇങ്ങനെ ഒരു സാഹചര്യമാണ്. ഈ ഒരു പയ്യൻ വന്ന് വിളക്ക് കത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ പരിശോധിക്കേണ്ടി വന്നു. അങ്ങനെ ജ്യോതിഷം വെച്ചാണ് വാർപ്പുമൊക്കെ ഇങ്ങനെ കിട്ടിയത് കൊണ്ടും ആണ് ഇങ്ങനെ അമ്പലത്തിന് ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം പിന്നെ അതിന് ശേഷം ഈ അമ്പലം ഇങ്ങനെ മുന്നോട്ടെത്തിക്കാൻ വേണ്ടി നാട്ടുകാരുടെയും നല്ല സഹായ സഹകരണങ്ങളുണ്ടായി. ജാതിഭേദമന്യേ എല്ലാ മതക്കാരും നല്ലപോലെ സഹകരിച്ചതിന് വെളിച്ചത്തിലാണ് ഇപ്പോൾ അമ്പലം ഉയർച്ചയിലേക്ക് വന്നത്.